ഇത് എന്തൊരു കഷ്ടാ. ഈ അമ്മ ലച്ചിത് എന്താ കാട്ടുന്നത്? ഷോപ്പിങ്ങിന് പോവാൻ ഇപ്പൊ തന്നെ നേരം വൈകി. നീ എപ്പ വരാനാ? അമ്മേ, ലച്ചു, കഴിഞ്ഞില്ലേ ഇതുവരെ? പോവാ നമുക്ക്. ദാ വരുന്നു മോളെ. എത്ര നേരമായി അമ്മ ഡ്രസ് മാറാൻ പോയിട്ട്? നമുക്ക് ഇങ്ങോട്ട് തന്നെ വരണ്ടേ? എത്ര നേരമായി ഞാൻ ഷോപ്പിങ്ങിന് പോവാന്ന് വെച്ചത്. ഇനി ലച്ചു എവിടെ? ലച്ചു എവിടെ? ലച്ചു, ലച്ചു, ഞാനിവിടെ ഉണ്ടമ്മേ. ദാ വരുന്നു. ഇനി പോവാൻ നമുക്ക്. വരട്ടെ വരട്ടെ, പോവാൻ തിടുക്കം കൂട്ടല്ലേ. ഞാൻ ഇവിടെ നിന്ന് തന്നെ ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ഓർമ്മിപ്പിക്കട്ടെ. അതെന്തമ്മേ? കടയിൽ പോയിട്ട് ഞാൻ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങിത്തരും. പക്ഷേ വില കൂടിയ ഐറ്റംസിന് വേണ്ടിയിട്ട് വാശി പിടിക്കുകയോ കരയുകയോ എന്തെങ്കിലും ചെയ്തിട്ടെങ്കിൽ രണ്ടെണ്ണത്തിന് എന്റെ കയ്യിൽ നിന്ന് നല്ല അടി മേടിക്കേ. ഇനി രണ്ടാളും പോന്നോളൂ. പാറു, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? അമ്മ വാങ്ങിച്ചത് മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടാ. ഞാനിതെത്ര കണ്ടിരിക്കുന്നു. അമ്മ പറയും, നമ്മൾ അവിടെ പോയിട്ട് തീരുമാനിക്കും. ഞാനൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് തന്നെ വാങ്ങിക്കും. എങ്ങനെയുണ്ട്? ഇപ്രാവശ്യം അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ശരിക്കും പറഞ്ഞത് തന്നെ. എന്താ ഇനി രണ്ടാളും അവിടെ നിന്നിട്ട് ചർച്ച ചെയ്തത്? വന്നേക്ക്. അതെ വരിയമ്മേ. വാവ്, ഇതെന്താ ഇത്? ബാഗുള്ള മാജിക്കോ? ഇത് കൊള്ളാലോ. ഇത് നല്ല ബാഗാണല്ലോ. ലച്ചു, ഇവിടേക്ക് വാ. ഇവിടെ ഒരുപാട് ബാഗുണ്ട്. അതിലൊന്നും തൊടല്ലേ. ഞാൻ എടുത്ത് തരാന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കുന്നുള്ളമ്മേ. നിനക്ക് ഏത് ബാഗാ വേണ്ടത്? എനിക്ക് യൂണിക്കോണിന്റെ ആയാലും കുഴപ്പമില്ല, സ്കൂബിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. അമ്മേ, ഇവിടെ നല്ല ബാഗ് ഉണ്ട്. അമ്മ ഇങ്ങോട്ട് വാ. അതാ വരുന്നു മോളെ. നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ തെരഞ്ഞെടുത്തോ. ഞാനേ പാറുവിനൊന്ന് നോക്കട്ടെ. അമ്മേ, ഇതാ യൂണിക്കോണിന്റെ ബാഗ്. എനിക്ക് ഇത് മതി. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി, പിങ്ക് കളർ. ഇത് കൊള്ളാമേ. ഇത് സിബൊക്കെ നന്നായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട്. കുറെ സിബൊക്കെ ഉണ്ട്. ഇത് നല്ല ബാഗാ. ഇത് മതി എനിക്ക്. ഇതാമ്മേ, ഇതൊന്ന് നോക്ക്. എവിടെ നോക്കട്ടെ. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. നല്ല ബാഗൊക്കെ തന്നെ. ഇതിൻ്റെ റേറ്റ് എവിടെ? ഇതിൻ്റെ റേറ്റ് എന്ത്? 899 രൂപ ഈ ബാഗിനോ? ഈശ്വരാ, ഇത്ര വിലയുള്ള ബാഗൊന്നും വേണ്ട പാറു. ചെറിയ ബാഗ് എടുത്തോ. ഒരു 500-ന്റെ ഉള്ളിലുള്ള ബാഗൊക്കെ മതി. ഞാൻ നിന്നോട് വരുമ്പോ തന്നെ പറഞ്ഞു കേട്ടോ, കുറഞ്ഞ ബാഗ് എടുത്താ മതിന്ന്. വലിയ വില കൂടിയതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പാറു, എന്റെ സ്വഭാവം നിനക്കറിയാലോ. എനിക്കത് തന്നെ മതി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മേ, ഇവിടെ കുറഞ്ഞ ബാഗൊക്കെ ഉണ്ട്. അമ്മ ഇങ്ങോട്ട് വാ. ദാ വരുന്നു മോളെ. നീ ഇതിലേ തെരഞ്ഞെടുക്ക്. ഒരു 400-യുടെ ഒക്കെ ബാഗ് ഉണ്ടോ നോക്ക്. അവളൊരു 800-ന്റെ ബാഗ് എടുത്തിട്ട് വന്നിരിക്കുക. എന്ത് ഭംഗിയുള്ള ബാഗാ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനത്തെ ബാഗ് വില കുറഞ്ഞതുണ്ടോന്നാവോ? ഓഹോ, അപ്പൊ അവൾക്ക് ആ ബാഗാണല്ലേ ഇഷ്ടപ്പെട്ടത്. എന്തായാലും എനിക്ക് ആ ബാഗ് വേണം. അങ്ങനെ ഇപ്പൊ അവൾ ആ ബാഗ് എടുക്കണ്ട. മോളു, എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വേഗം പോയി സെലക്ട് ചെയ്യ്. ദാ മമ്മി, ഇപ്പൊ പോയി എടുത്തിട്ട് വരാം. മമ്മി, എനിക്കിതാ ഈ ബാഗ് മതി. യൂണിക്കോണിന്റെ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്, സൂപ്പർ ബാഗ്. ഓക്കെ മോളു, ഇത് നമുക്ക് പാക്ക് ചെയ്യാം. എന്റെ ബാഗ് എവിടെ പോയി? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതായിരുന്നു. അമ്മയോട് എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ആ ബാഗ് എടുക്കാന്ന് വെച്ചതാ. ആ ബാഗ് എവിടെ പോയി? ഇത് ഞാൻ എടുത്തു വെച്ച ബാഗാ. ഇത് ഞാൻ സെലക്ട് ചെയ്തതാ. എന്ത്? നീ സെലക്ട് ചെയ്തോ? എന്റെ മോളിന് ഇഷ്ടപ്പെട്ട ബാഗാണിത്. ഇത് ഞങ്ങൾ എടുത്തു. അത് ഫസ്റ്റ് ഞാൻ എടുത്തത്. അത് എനിക്ക് തരണം. നീ എടുത്തിട്ടുണ്ടെങ്കിൽ നീ കയ്യിൽ വാങ്ങിച്ചു വെക്കണ്ടേ? ഞാൻ വേറെ ബാഗ് നോക്കാൻ പോയതാ. ഇത് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട ബാഗല്ലേ ഞാൻ എടുത്തത്. നിനക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നീ എടുത്ത് പോയിരുന്നില്ലേ?
എന്റെ മോള് സെലക്ട് ചെയ്തതാ ഇത് ഞങ്ങൾ എടുത്തു. അത് അവരെടുത്തോട്ടെ, നമ്മൾ ആ ബാഗ് എടുത്തിട്ടില്ലല്ലോ. ജസ്റ്റ് ഒന്ന് നോക്കിയെന്നല്ലേ ഉള്ളൂ. നമ്മളിതാ വേറെ ബാഗ് എടുത്തിട്ടുണ്ട്. മോള് വാ. പറ്റില്ല, എനിക്ക് ആ ബാഗ് തന്നെ വേണം. ആ നിനക്ക് കുറെ കിട്ടും, അത് ഞാൻ സെലക്ട് ചെയ്ത ബാഗാ. മോളെ പാറു, ഇങ്ങോട്ട് വാ, അമ്മ പറയണ കേക്ക്. അമ്മ ഒന്നും പറയണ്ട, എനിക്ക് ആ ബാഗ് വേണം. ഇങ്ങോട്ട് വരാം, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എനിക്ക് ആ ബാഗ് വേണം അമ്മ. അമ്മ പറയണത് കേക്ക്. അവിടെതാ ലിച്ചു 2 ബാഗ് എടുത്തിട്ടുണ്ട്. വാ നമുക്ക് പോയി നോക്കാം. നല്ല ബാഗാ മോളെ അത്. ഈ ബാഗിന്റെ കളർ കൊള്ളത്തില്ല, ഇത് വേഗം ചെളിയാവും. നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലത്? അതെ മമ്മി, അവൾ ഈ ബാഗ് സെലക്ട് ചെയ്ത് വെച്ചത് ഞാൻ കണ്ടതാ. അവളുടെ അമ്മ പറഞ്ഞു ഇതിന് കാശ് കൂടുതലാണെന്ന്. അതാ ഞാൻ വേഗം പോയി ഇത് എടുത്തോണ്ട് വന്നേ. ഞാനിത് കൊടുക്കില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ബാഗല്ലേ, അത് ഞാൻ അങ്ങ് എടുത്തു. വാ വാ, നമുക്ക് വേറെ സാധനങ്ങൾ സെലക്ട് ചെയ്യാം. ശരി മമ്മി. അമ്മ എന്നോട് മിണ്ടണ്ട, എനിക്ക് ആ ബാഗ് വാങ്ങിച്ചാ തന്നില്ലല്ലോ. ആ ഒരു ബാഗ് മാത്രം വാങ്ങിച്ചാൽ മതി നമുക്ക്. നീ പറഞ്ഞില്ലേ നീതുവിന് ഒരു ബാഗ് വേണമെന്ന്. നീതുവിന് നിഖിലിനും ബാഗ് മേടിക്കണ്ടേ? അപ്പൊ കാശ് മതിയാവോ? ആ എനിക്ക് വേറെ ബാഗ് വാങ്ങിക്കാം. എനിക്ക് ആ ബാഗ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ബാഗ് നമുക്ക് പിന്നീട് വാങ്ങിക്കാം, അത് വേഗം ചെളി അറിയുള്ളൂ. അതാണ് അമ്മ മേടിക്കണ്ടെന്ന് പറഞ്ഞത്. പൊട്ട ബാഗൊന്നല്ല, നല്ല ബാഗ് അത്. വാ വാ, നമുക്ക് ബാഗൊക്കെ ആയിട്ട് നമുക്ക് നീതുവിന് സർപ്രൈസ് കൊടുക്കണ്ടേ? അമ്മേ, ഈ വാട്ടർ ബോട്ടിൽ എങ്ങനെയുണ്ട്? ആ നിനക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തോ. ഇത് കൊള്ളാം, ഇത് അടിപൊളിയാണ്. അമ്മേ, ഈ വാട്ടർ ബോട്ടിൽ എനിക്ക് വേണട്ടാ. ഇതിനി വേണ്ട, മേടിക്കണ്ടെന്നൊന്നും പറയണ്ടട്ടെ, ഇത് എനിക്ക് വേണം. ശരി ശരി, ഇത് നീ എടുത്തോ. ഇനി ഒരു കാര്യം കൂടി, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പൗച്ച് ഉണ്ട് ഇവിടെ, അതും കൂടി ഞാൻ എടുക്കട്ടമ്മ. എന്റെ പാറുമോളെ വില കുറഞ്ഞതൊക്കെ എടുക്കട്ടോ, ഭയങ്കര റേറ്റ് ഉള്ളതൊന്നും എടുക്കല്ലേ. അത് ഞാൻ ഏറ്റമ്മേ. ഇത് തന്നെ, ഇതന്നെ ഞാൻ ഫോണിൽ കണ്ട പൗച്ച്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടാ. അമ്മ ഇത് കണ്ട, ഈ പൗച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് എന്തായാലും വാങ്ങിക്കണം ട്ടാ. നിക്ക്, അതിന്റെ റേറ്റ് എത്രയെന്ന് നോക്കൂന്ന്. ഇന്ന് തന്നെ എത്ര റേറ്റ് എന്ന് നോക്കട്ടെ. 280. 280 രൂപയടി. വേറെ വല്ല പൗച്ചില്ലേ? ഒരു 30 രൂപയ്ക്ക് 40 രൂപയ്ക്കൊക്കെ പൗച്ച് മേടിക്കാം. ഇത്ര വില കൂടി പൗച്ചൊക്കെ എന്തിനാ നിനക്ക്? നേരത്തെ ബാഗ് മേടിക്കണ്ടെന്ന് പറഞ്ഞു, അതിന് റേറ്റ് കൂടുതലാണെന്ന്. ഇപ്പൊ പൗച്ചും എനിക്ക് പറ്റില്ല, എനിക്ക് ഈ പൗച്ച് തന്നെ വേണം. മര്യാദക്ക് വല്ല 40ന്റെ 50ന്റെ പൗച്ച് മേടിച്ചോ. ഇത് അങ്ങോട്ട് വെക്ക് നീ. അവളുടെ ഒരു പൗച്ച്. എനിക്ക് ഈ പൗച്ച് തന്നെ മതി. മിണ്ടാതിരുന്നോട്ടാ, എന്റെ കൈന്നൊക്കെ മേടിക്കുന്നേ. എന്ത്? അവൾക്ക് ആ പൗച്ചും ആ ബോട്ടിലോ? എനിക്കും വേണത്. ആ ഇനി നീയും തുടങ്ങിക്കോ, അവൾക്ക് പറഞ്ഞ കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി നിനക്ക് വേണോ? കടയാണെന്ന് ഞാൻ ഓർക്കില്ല കേട്ടോ. എന്തമ്മ, അവൾക്ക് വാങ്ങിച്ചില്ലേ? അമ്മ എനിക്കും വേണ്ടത്. ആ അവളോട് ചോദിച്ചോക്ക്, അവൾക്കത് വാങ്ങിച്ചോന്ന്. നീ എന്തിനാ പാറു കരയണേ? എനിക്ക് ഈ പൗച്ച് ഇഷ്ടായി, അമ്മ അത് വാങ്ങി തരുന്നില്ല. എന്റെ അമ്മ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മേടിക്കാനല്ലേ വന്നിരിക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാന് വാങ്ങിക്കോ, 2 ദിവസത്തിനുള്ളിൽ അത് കൊണ്ട് കളയും. എന്നിട്ട് വരും പൗച്ച് പോയി പുതിയത് വാങ്ങിക്കി പറഞ്ഞിട്ട്. ഇപ്പൊ തൽക്കാലം വില കുറഞ്ഞ പൗച്ചുകൾ എടുത്താൽ മതി. നിങ്ങൾ ആദ്യം അവനാന്റെ സാധനങ്ങളെ സൂക്ഷിക്കാൻ പഠിക്ക്, എന്നിട്ട് മതി നല്ല വില കൂടിയത് വാങ്ങിക്കല് കേട്ടോ. രണ്ടാളും പോയിട്ട് വില കുറഞ്ഞ വല്ല പൗച്ച് എടുക്ക്. ഒപ്പം നീതിന് നിഖിലിനുള്ള പൗച്ചും കൂടി എടുത്തോ കേട്ടോ. ശരി, ഞാനവിടെ ബില്ല് എടുക്കണോടത്തുണ്ടാവും. ഇനി എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാൽ വേഗം എടുത്തോ. ക്രയോണും അതൊക്കെ ഉണ്ടോ? ഇല്ലമ്മേ. വേഗം പൗച്ച് എടുത്തിട്ട് വായോ, അപ്പോഴേക്കും ഞാൻ ക്രയോൺസും A4 ഷീറ്റും എല്ലാം എടുത്തിട്ട് വരാം. നല്ല പൗച്ചാലേ ഇത്. ഞാൻ കൊറേ പറഞ്ഞതാ അമ്മോട് ഇത് എടുക്കാന്, അമ്മ എടുത്തന്നില്ല. എന്ത് ഭംഗിയാ കാണാന്. കഴിഞ്ഞില്ലേ ഇവിടുത്തെ ഷോപ്പിംഗ്? ഇനിയിപ്പോ എന്താ? അപ്പൊ നമുക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവാം അല്ലേ? ലച്ചു പറ, ഫുഡ് അടിക്കണ്ടേ? ഫുഡ് അടിക്കണ്ടേ? ഞാൻ ചിന്തിക്കായിരുന്നു എന്താ നിങ്ങളത് പറയാത്തേന്ന്.
വായോ നമുക്ക് പോയി എന്തേലും ചായ എന്തേലും കഴിക്കാം. ചായയും വടയും മതിയില്ലേ? ചായയും വടയും അമ്മ അങ്ങോട്ട് കഴിച്ചോ, ഞങ്ങക്ക് മന്തി മതി. മന്തി എങ്കിൽ മന്തി, വായോ. അമ്മ നമുക്ക് ആ ഫുഡിലേക്ക് പോവാട്ടെ, അവിടെ നല്ല കുഴിമന്തി കിട്ടും. അവിടൊക്കെ നല്ല കാശാവും മോളെ. നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോവാം, നല്ല ഫുഡാ അവിടുത്തെ. അന്ന എവിടേക്കെങ്കിലും പോവാ, കുഴിമന്തി കിട്ടിയാ മതി. വാവ്, ഇത് അടിപൊളി ഹോട്ടലാണല്ലോ. വായോ, അവിടെ സീറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയിരുന്ന് നോക്കാം. സൂപ്പർ ടേസ്റ്റ്. അമ്മ കഴിക്കമ്മേ, ഫുൾ മന്തിയാണിത്. നമുക്കിത് വേഗം കഴിച്ചു തീർത്തിട്ട് പോവാം. ആ അമ്മ കഴിക്കാം, മക്കൾക്ക് ഇഷ്ടായ, മക്കൾ കഴിക്കും മോളെ. സൂപ്പർ.